എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഡ്രഗ് റെസിസ്റ്റൻ്റ് TB, അതായത് TBക്ക് എഗൻസ്റ്റായിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആയിട്ടുള്ള ഐസോനയാസിഡ്, റിഫാംപസിന്, എത്താംബിട്ടോള്, പൈറാസിനാമൈഡ്, ഈ ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ ശരീരത്തിൽ ഉള്ള TB ബാക്ടീരിയ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രഗ് റെസിസ്റ്റൻ്റ് TB. ഓക്കെ, അതായത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് പേഷ്യൻറ്റിന് ഒരു TB ഉള്ള പേഷ്യൻറ്റിന് കൊടുക്കുന്നു, പക്ഷേ ആ പേഷ്യൻറ്റിലുള്ള TB ബാക്ടീരിയകളൊന്നും നശിക്കുന്നില്ല. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡ്രഗ് റെസിസ്റ്റൻ്റ് TB എന്നുള്ളത്. ഓക്കെ, ഈ ഡ്രഗ് റെസിസ്റ്റൻ്റ് TB തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതായത് മോണോ റെസിസ്റ്റൻ്റ് TB, പോളി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB, റിഫാംപസിൻ റെസിസ്റ്റൻസ്, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്, അങ്ങനെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്നതാണ് മോണോ റെസിസ്റ്റൻ്റ് TB. മോണോ റെസിസ്റ്റൻ്റ് TBയിൽ ഇവിടുത്തെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് റെസിസ്റ്റൻ്റ് ആണ് ടു ഏതെങ്കിലും ഫസ്റ്റ് ലൈൻ TB ഡ്രഗുമായിട്ട് റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോണോ റെസിസ്റ്റൻ്റ് TB എന്നാണ് പറയുന്നത്. ഏതെങ്കിലും നമ്മൾ മെയിൻലി TBയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് 4 ഡ്രഗ്സാണ് പറയുന്നത്. ഈ മോണോ റെസിസ്റ്റൻ്റ് TBയിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് പേഷ്യൻ്റെ ശരീരത്തിൽ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് മോണോ റെസിസ്റ്റൻ്റ് TB എന്ന് പറയുന്നത്. പിന്നെയുള്ള ടൈപ്പാണ് പോളി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡ്രഗുമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോളി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB. It's a resistance of Mycobacterium tuberculosis for more than first line anti-TB drugs other than rifampicin. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിഫാംപസിൻ ഒഴിച്ചുള്ള ബാക്കി ഒന്നിൽ കൂടുതൽ ഡ്രഗ് പേഷ്യൻ്റെ ശരീരത്തിൽ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് പോളി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB എന്ന് പറയുന്നത്. മിക്കവാറും ഐസോനയാസിഡും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ഡ്രഗ് കൂടെ ആയിരിക്കും റെസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഇനി റിഫാംപസിൻ റെസിസ്റ്റൻ്റ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിഫാംപസിൻ ഡ്രഗ് ആ പേഷ്യൻ്റെ ശരീരത്തിൽ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ റിഫാംപസിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐസോനയാസിഡ് റെസിസ്റ്റൻസ് ഉണ്ട്. അത് ഐസോനയാസിഡ് റെസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ ഐസോനയാസിഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. പിന്നെ ഒരു ടേമാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB. അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസിലെ റെസിസ്റ്റൻ്റ് ആണ് ടു അറ്റ്ലീസ്റ്റ് ഐസോനയാസിഡും അതുപോലെ റിഫാംപസിനുമായിട്ടും എന്തായാലും റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ മൂന്നാമത് ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗുമായിട്ടൂടെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ട്യൂബർക്ലോസിസ് ഡിസീസ് വെയർ ദ ബസിലെ ആർ resistant at least to isoniazid and rifampicin with or without resistant to other first line drugs. അപ്പം ഐസോനയാസിഡും റിഫാംപസിനുമായിട്ട് എന്തായാലും റെസിസ്റ്റൻ്റ് ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡ്രഗുമായിട്ടൂടെ അത് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ പറയുന്നതാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB എന്നുള്ളത്. ഓക്കെ, ഇനിയും വരുന്നൊരു ടേമാണ് എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും റിഫാംപസിനും ഐസോനയാസിഡുമായിട്ടും റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഫ്ലൂറോക്വിനോളൈൻസും അതുപോലെ ഗ്രൂപ്പ് എ ഡ്രഗ്സിലെ ബെഡാക്യുലിൻ അല്ലെങ്കിൽ ലിനിസോളിഡ് അല്ലെങ്കിൽ ഇവ രണ്ടുമായിട്ടും റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB എന്ന് പറയുന്നത്. ഒത്തിരി ഡ്രഗ്സുമായിട്ട് അത് റെസിസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് മൈക്കോബാക്ടീരിയം It's a subset of multi-drug resistant TB where the bacilli, in addition of being resistant to rifampicin and isoniazid, are also resistant to fluoroquinolines and at least one additional group A drug presently to either bedaquiline or linezolid. ഈ ഗ്രൂപ്പ് A ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ലൈൻ TB ഡ്രഗ്സ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ കൊടുക്കുന്ന ഡ്രഗാണ് ഈ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എന്ന് പറയുന്ന ഡ്രഗ്സ്. അതായത് സെക്കൻഡ് ലൈൻ TB ഡ്രഗ്സിൽ വരുന്നതാണ് ഗ്രൂപ്പ് A ഡ്രഗ്സ്. അപ്പം ഈ ആദ്യം പറഞ്ഞ രണ്ടെണ്ണവും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് A സെക്കൻഡ് ലൈൻ ഡ്രഗ്സിൽ പറയുന്ന ഗ്രൂപ്പ് A ഡ്രഗുമായിട്ടും റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഡ്രഗ് റെസിസ്റ്റൻ്റ് TB ഉണ്ടാകുന്നത് എന്നുള്ളത്. ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻ്റ് TB.
ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി കേസുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന പേഷ്യൻറ്റിനും അയാൾക്കും ഉണ്ടാകുന്നത് മിക്കവാറും ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി കേസ് തന്നെ ആയിരിക്കും. പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതലായിട്ട് ഡ്രഗ് റെസിസ്റ്റൻസ് ടി ബി ആണ് ഒരു ഏരിയയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് മിക്കവാറും ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി തന്നെ ആയിരിക്കും. ഈ 2 പോയിൻറ്റും ഏകദേശം സിമിലർ തന്നെയാണ്. പിന്നെ ഈ ഡ്രഗ് സെൻസിറ്റീവ് ടി ബി ഉള്ള പേഷ്യൻറ്റ് അയാൾ നല്ല രീതിയിൽ അയാളുടെ ട്രീറ്റ്മെൻറ്റ് ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നീട് ഉണ്ടാകുന്നത് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ആയിട്ട് അത് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അത് പിന്നെ വരുന്നത് HIV പോസിറ്റീവ് പേഷ്യൻസ്. HIV പോസിറ്റീവ് പേഷ്യൻസ് ടി ബി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ആൾക്കാരിലും അത് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ആയിട്ട് മാറും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി. ഇനിയും എങ്ങനെയൊക്കെ നമുക്ക് ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിനെ അവോയ്ഡ് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത്. ആദ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ് സെൻസിറ്റീവ് ടി ബി ആണെന്നുണ്ടെങ്കിലും അത് ആദ്യം തന്നെ ഡിറ്റക്റ്റ് ചെയ്യും, അതിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ആയിട്ട് മാറാനുള്ള ചാൻസ് അവിടുന്ന് മാറുന്നു. പിന്നെ ഇപ്പം ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ആണെന്ന് ഒരു പേഷ്യൻറ്റ് നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കും ആദ്യം തന്നെ ഡിറ്റക്റ്റ് ചെയ്യും, അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോകാതെ നമുക്ക് നല്ല രീതിയിൽ പേഷ്യൻറ്റിനെ റിക്കവർ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ്, അതുപോലെ സ്ട്രെങ്തനിങ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ നല്ല ആക്റ്റീവ് സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇനി ഇപ്പം നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിയുടെ കേസാണ്. അപ്പം ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കേസിനെയാണ് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ഉള്ള പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഡ്രഗ്സിനെയാണ് നോർമൽ സെക്കൻഡ് ലൈൻ ടി ബി ഡ്രഗ്സാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ഡ്രഗ്സ് ഒരു 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി. ഞാൻ ജസ്റ്റ് പേരുകളൊന്ന് വായിക്കാം. ഗ്രൂപ്പ് എയിൽ പറയുന്നതാണ് ലിവോഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, ബെഡാക്യുലിൻ, ലിനിസോളിഡ്. ഗ്രൂപ്പ് ബിയിൽ പറയുന്നതാണ് ക്ലോഫാസാഹ്മൈൻ, സൈക്ലോസെറിൻ ഓർ ടെറിസോഡിൻ. ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ് എത്താംബിട്ടോൾ, ഡെലാമാനിഡ്, പൈറാസിനാമൈഡ്, ഇംബെനം, പിന്നെ അമിക്കാസിന്, സ്ട്രെപ്റ്റോമൈസിന്, എത്തിയോനാമൈഡ്, പ്രോത്തിയോനാമൈഡ്, അമിനോ സാലിസിലിക് ആസിഡ്. അപ്പം ഇവയെല്ലാം നമ്മൾ സെക്കൻഡ് ലൈൻ ടി ബി ഡ്രഗ്സ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ പേഷ്യൻറ്റ് ഗ്രൂപ്പ് എ ഡ്രഗ്സ് കൊടുത്തു നോക്കും, അത് എഫക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ബി കൊടുക്കും. ഗ്രൂപ്പ് ബിയും എഫക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഗ്രൂപ്പ് സി ഡ്രഗ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ റീപ്ലേസ്മെൻറ്റ് സീക്വൻസ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് ഡ്രഗ്സ് is done based on the efficacy, experience of use and drug class. In India, based on expected drug resistance in multi-drug resistant TB patients, along with consideration of efficacy, cost and side effects, Group C drugs are prioritized as follows. This is known as replacement sequence when a treatment regimen cannot be formed using Group A and Group B drugs. ഇപ്പോൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ഡ്രഗ്സും കൊടുത്തിട്ട് എഫക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യൻസിന് ഗ്രൂപ്പ് സി ഡ്രഗ്സ് കൊടുക്കും. ഇതിനെ റീപ്ലേസ്മെൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നു. ഇനി ഈ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. ആ ടെസ്റ്റുകളുടെ ജസ്റ്റ് പേരുകൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആദ്യമേ നമ്മൾ CB NAT ചെയ്ത് നോക്കും. CB NAT എന്ന് പറയുന്നത് കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അതിനുശേഷം ചെയ്ത് നോക്കുന്നതാണ് LPA ചെയ്ത് നോക്കും. LPA ചെയ്ത് നോക്കുമ്പോൾ LPAയിൽ നമുക്ക് അതിന് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്നും അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡ്രഗ് സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്നും അറിയാനായിട്ട് നമുക്ക് LPA സഹായിക്കും. ഈ LPA തന്നെ 2 ടൈപ്പ് പറയുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ LPA ഉണ്ട്, സെക്കൻഡ് ലൈൻ LPA ഉണ്ട്. ഫസ്റ്റ് ലൈൻ LPA കൂടെ നമുക്ക് റിഫാംപസിനും ഐസോനിയാസിഡിനും എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. സെക്കൻഡ് ലൈൻ LPA വഴി നമുക്ക് ഫ്ലൂറോക്വിനോളിൻസ് അല്ലെങ്കിൽ അമിനോ ഗ്ലൈക്കോസൈഡ്സുമായിട്ട് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉള്ളോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇതിന് ശേഷം പിന്നീട് നമ്മൾ ലിക്വിഡ് കൾച്ചർ ചെയ്യും. പിന്നെ ലാസ്റ്റിൽ ചെയ്യുന്നതാണ് ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിങ്. ഇപ്പം റാപ്പിഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് drug resistant TB is achieved by using a combination of NAT followed by sequential testing by first and second line
probe assay and liquid culture and drug susceptibility testing for specific drugs as described below. അപ്പം നമ്മൾ ഈ ടെസ്റ്റുകളെല്ലാം ഓർഡർ ചെയ്ത് നോക്കുമെന്നാണ് പറഞ്ഞത്. CB NAT, പിന്നെ അതിന് LPA ഫസ്റ്റ് ലൈനും ഉണ്ട്, സെക്കൻഡ് ലൈനും ഉണ്ട്. പിന്നീട് നമ്മൾ ലിക്വിഡ് കൾച്ചർ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റിലായിട്ട് ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിങ്ങും ചെയ്ത് നോക്കും. ഇപ്പം ഒരു പേഷ്യൻറ്റിന് when rifampicin resistant is not detected by NAT, then patient is offered first line LPA. First line LPA provide information on isoniazid resistant. അപ്പം നമുക്ക് ഒരു CB NAT വഴി നമുക്ക് റിഫാമ്പസിൻ റെസിസ്റ്റൻസ് ഒന്നും കാണുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഫസ്റ്റ് ലൈൻ LPA ചെയ്ത് നോക്കും. അപ്പോൾ ഫസ്റ്റ് ലൈൻ LPA ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഐസോനയാസിഡിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കും. ഇപ്പം ഫോർ rifampicin resistance or isoniazid resistant cases, second line LPA is done and it provide information on resistance of levofloxacin, moxifloxacin and amikacin. അപ്പം റിഫാമ്പസിൻ റെസിസ്റ്റൻസും ഐസോനയാസിഡ് റെസിസ്റ്റൻസും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സെക്കൻഡ് ലൈൻ LPA ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ ലിവോഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, അമിക്കാസിൻ തുടങ്ങിയ ഡ്രഗ്സിൻ്റെ റെസിസ്റ്റൻസ് അവിടെ കാണിക്കും. ഫോർ ഓൾ rifampicin resistant cases, liquid culture DST is followed by is done for pyrazinamide, moxifloxacin, linezolid തുടങ്ങിയ ഡ്രഗ്സ് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക CB NAT ആദ്യമേ നമ്മൾ ചെയ്ത് നോക്കുന്ന CB NAT ആയിരിക്കും. പിന്നെ നമ്മൾ LPA ചെയ്ത് നോക്കും. LPAക്ക് ശേഷം LPAയിൽ തന്നെ 2 സെറ്റായിട്ടാണ് അത് ഉള്ളത്. ഫസ്റ്റ് ലൈൻ LPA ഉണ്ട്, സെക്കൻഡ് ലൈൻ LPA ഉണ്ട്. അതിനുശേഷം ലിക്വിഡ് കൾച്ചർ, പിന്നെ ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിങ് നമ്മൾ ചെയ്ത് നോക്കും. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആണോ എന്ന് അറിയാനായിട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയായിരുന്നു നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പെട്ടെന്ന് നമുക്ക് സംഭവം കുറച്ചേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.